ജനതയെല്ലാം വളരെയധികം പ്രബോധിപ്പിച്ചില്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങളൊന്ന് പഠിച്ച് 2016 ആണ്ട് മാർച്ച് മാസം 6 എന്ന് പറയുന്ന അന്നേ ദിവസം സായം സന്ധ്യ എടുക്കുമ്പോൾ ഏകദേശം ഇതേ സമയമായപ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങളിലെല്ലാം വാർത്ത പുറപ്പെട്ടു. കലയുടെ ഇതിഹാസ നായകൻ കലാഭവൻ മണി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയഭേദമാകുന്ന ഒരു വാർത്തയായിരുന്നു. എല്ലാവരും കേട്ടത്. കണ്ണിൽ കൂടെ കണ്ണുനീര് വരാത്ത ആരും തന്നെയില്ല. ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അദ്ദേഹം അത്രമാത്രം സമൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ കലയെ അത്രമാത്രം സ്നേഹിക്കുകയും ഏതും തനിക്ക് വഴങ്ങും തക്കവണ്ണമുള്ള അഭ്യാസം നേടിയ മനുഷ്യനായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്തിപ്പിടിക്കുന്നതായ സൗധങ്ങൾ ഇതിനേക്കാൾ വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് തന്നെ ആരും തല്ലിക്കൊന്നതല്ല, താൻ ആത്മഹത്യ ചെയ്തതല്ല, തന്നെ മറ്റു തരത്തിലുള്ള രീതിയിൽ അപായപ്പെടുത്തിയതല്ല, പിന്നെയോ തന്റെ വഴിപിഴച്ചുള്ള മദ്യപാനത്തിന്റെയും ആസക്തി നിമിത്തം മദ്യം വളരെയധികം പാനം ചെയ്തതിന്റെ പരിണിത ഫലമായി തന്റെ ആന്തരിക അവയവങ്ങളെല്ലാം നിശ്ചലമായി പോയി. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കലാഭവൻ മണിയുടെ ഭാര്യയെ എന്നേക്കുമായി വിധവയാക്കിക്കൊണ്ട് തന്റെ ഏക മകളെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയിട്ടുകൊണ്ട് ആ മനുഷ്യൻ ഇവിടുന്ന് പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതുപോലെ എത്രയെത്രയോ കുടുംബങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ എത്രയെത്രയോ കുടുംബങ്ങൾ പെരുവഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ എത്രയെത്രയോ കുഞ്ഞുങ്ങൾ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ എത്രയെത്രയോ ഭാര്യമാർ വിധവകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഇത് വരുന്നതായ വിന അത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നിനക്കതിനകത്തുനിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നശിച്ച ഒരു ജീവിതമാണ് എൻ്റെ എത്രമാത്രം ജീവിതത്തിന്റെ ആ മെച്ചമുള്ള രീതിയിൽ ഞാൻ ജീവിക്കുവാൻ ശ്രമിച്ചാലും വിശുദ്ധ തിരുവഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യം എങ്ങനെയുണ്ട്? നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അതേ പ്രിയരെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കണമെന്നും പറഞ്ഞല്ല എഴുന്നേൽക്കുന്നത്, അടിക്കണമെന്നും പറഞ്ഞല്ല എഴുന്നേൽക്കുന്നത്, തെറി വിളിക്കണമെന്ന് പറഞ്ഞല്ല എഴുന്നേൽക്കുന്നത്, മോശമായി നടക്കണമെന്ന് പറഞ്ഞല്ല എഴുന്നേൽക്കുന്നത്, പിന്നെയോ നല്ലത് പ്രവർത്തി ചെയ്യണമെന്നും പറഞ്ഞ് എഴുന്നേൽക്കുന്നതായ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വരുന്നതായ ഭീകരമായ അന്തരീക്ഷങ്ങൾ അവൻ പോലും അറിയാതെ അവൻ അതിനകത്തേക്ക് വശമതനായി പോകുകയാണ്.